അവരുടെ ഹൃദയകാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, അത് സുഖപ്പെട്ടു. ഉടമ്പടി ഇത്രയും നിങ്ങളോട് പറയുന്നുള്ളൂ. എന്താ പ്രശ്നം? യേശു എന്താ പറയണത്? നിങ്ങൾ കൈ സൂക്ഷിച്ചിരിക്കുകയാണ്, അർത്ഥ കൈ കുപ്പിലേക്കാത്ത പാർട്ടിയാണ്, കൈയൊക്കെ നേരെ ഉണ്ടാകുവേ. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിലാണ് നീണ്ടിരിക്കണ കൈ. ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ കൈയെല്ലാം സൂക്ഷിച്ചിരിക്കുകയാണ്. നീളത്തല്ല, ആരെ കണ്ടാൽ നീളത്തില്ല, ഒരു രോഗിനെ കണ്ടാൽ നീളത്തില്ല, ഇല്ലായ്മക്കാരനെ കണ്ടാൽ നീളത്തില്ല. കൈ ഇങ്ങനെ സൂക്ഷിച്ചതിനെ ഇരിക്കും. ഇങ്ങനെ ആർക്കും ഒന്നും കൊടുക്കത്തില്ല. അർത്ഥയ്ക്ക് ഉപ്പ് ചേക്കാത്ത ആൾക്കാരോട് ദൈവം പറയും, കൈ നീട്ടുക. എന്താണ്? കൈ നീട്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഉടമ്പടി കൊടുത്തുകൊണ്ട് നിൻ്റെ കൃപയുടെ നിലവാരം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതി പ്രയോഗമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, മനുഷ്യന്മാർക്ക് ഒന്നും കൊടുക്കാതെ, ആവശ്യപ്പെട്ടവൻ ചോദിച്ചാലും കൊടുക്കാതെ എന്റെ കൈ സൂക്ഷിച്ചു പോയതായി നീ കണ്ടെത്തിയെങ്കില് ഉടമ്പടിയിലൂടെ എന്റെ സൂക്ഷിച്ച കയ്യെ, കൊടുക്കാത്ത കയ്യെ നീ സുഖപ്പെടുത്തിക്കൊണ്ട് നിന്റെ ദാനത്തിന്റെ, നിന്റെ ഔദാര്യത്തിന്റെ ആളായ്മയായി എന്നെ ഉയർത്തണമേ, എന്നെ വളർത്തണമേ. കർത്താവിൻ്റെ നാമത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്ത, ഉപവിപ്രവർത്തനങ്ങൾ ചെയ്ത, സ്നേഹത്തിൻ്റെ നിലവാരം വർദ്ധിപ്പിച്ച, നീ വല്ലാണ്ടങ്ങ് ദൈവപൈതലായി, ദൈവമകളായി, ദൈവമകനായി മാറുന്ന അനുസരിച്ച് കൊണ്ട് കർത്താവിൻ്റെ അവകാശവും ഓഹരിക്കും പാത്രീഭവിക്കുന്ന വലിയ ബലപ്പെടുത്തലാണ് ഉടമ്പടി നടക്കുന്നത്. അതായത് ഉടമ്പടിയിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നെ ബലപ്പെടുത്തും, ദൈവം ബലപ്പെടുത്തും. ഇപ്പം ഗീതാകുമാരി എന്താ ചെയ്തത്? ഭർത്താവ് തളർന്നിട്ടും മനുഷ്യനെ കിടന്നുറങ്ങി, നാളെ മാതാവ് അവിടെ ഉണ്ടാവും ഇൻ്റർവ്യൂവിനെ എന്ന് പറഞ്ഞുകൊണ്ട് ബലപ്പെടുത്തുകയാണ്. ആരെ? അതാണ് ബലമെന്ന് പറയണത്. അങ്ങർക്ക് ഉറങ്ങാൻ പറ്റണില്ല. കാര്യം എന്താ? അങ്ങർക്ക് ബലമില്ല, വൈഫിന് ബലമുണ്ട്. എന്താ അയാൾ ചോദിക്കണേ, അതെന്താ ഉറങ്ങാത്തതെന്ന് ചോദിക്കുക. അയാൾ പറയും, എടി നമ്മൾ വീട് വിറ്റിട്ടല്ലേ പോകുന്നത്, അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് നാട്ടിൽ ചെല്ലുമ്പോൾ ബയോമെട്രിക്സ് അല്ലേ ഇനി ഇൻ്റർവ്യൂ 19-ാം തീയതി അല്ലേ, അപ്പോൾ ഇനി 10 ദിവസം നമ്മൾ എവിടെ പോയി താമസിക്കും? അപ്പോൾ ഇവൾ പറയും, നമ്മൾ പോണില്ലല്ലോ, പിന്നെ എന്തിനാണ് താമസിക്കണത്? ഇത്തിരി കാശ് കയ്യിലുണ്ട്, ചെറിയ ഹോട്ടൽ വാങ്ങിച്ചിട്ട്, എവിടെയെങ്കിലും ഒരു മുറി എടുത്തിട്ട് നമ്മൾ അവിടെ താമസിക്കും, വീട്ടിൽ പോകണില്ല, വീടില്ലല്ലോ നമുക്ക്, വീടില്ലല്ലോ എന്നൊക്കെ സിമ്പിളായിട്ട് പറയണേ. കാരണം വീട്ടിൽ പോകാൻ വീടില്ല, വീട് വിറ്റുപോയില്ലേ. അയാളാണെങ്കിൽ നിങ്ങളെടുത്ത് ഇറങ്ങുകയാണെന്ന് പറയുമ്പോൾ ഇവൾ പറയും, ചേട്ടാ ഞങ്ങൾ വരും, ഞങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, വന്നിട്ട് ഉടനെ ഇറങ്ങിക്കൊള്ളാം. അപ്പോൾ അത്രയും തിടുക്കത്തിലാണ് അയാൾ നിൽക്കണത്, വീട് എടുത്ത ആൾ നിൽക്കണത്. അപ്പോൾ ഈ മനുഷ്യൻ ചോദിക്കും, ഇടി നമ്മൾ വീട്ടിൽ തിരിച്ചു ചെല്ലുമ്പോഴേ നമുക്ക് വീടില്ലല്ലോ, നീ പണ്ടത്തെ ഓർമ്മയിലാണ് ഇരിക്കണത്. അല്ല, എനിക്കറിയാം, എനിക്ക് ഓർമ്മയുണ്ട്, നമുക്ക് വീടില്ല, നമ്മളിപ്പോൾ ഹോട്ടലിൽ താമസിക്കും. പിന്നെ ഇൻ്റർവ്യൂ ഇപ്പോൾ ഇതില്ലേ, ഇത് മാതാവ് ഇത്രയും നാൾ നമ്മൾ മാതാവിൻ്റെ കൂടെ നടന്നതല്ലേ, അപ്പം മാതാവ് ഇതോടുകൂടി നമ്മളെ രക്ഷിക്കുകയാണെന്ന് പറയും. ബലപ്പെടുത്തണം. എന്തൊരു ബലമാണ് ഈ സ്ത്രീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഭർത്താക്കന്മാരാണ് ഭാര്യമാരെ ബലപ്പെടുത്തണം അല്ലേ, ഇതങ്ങനെ തിരിച്ച് ബലപ്പെടുത്തുകയാണ്. തിരിച്ച് ബലപ്പെടുത്തിയിട്ട് ഇവൾ പറയുവേ, ഞങ്ങൾക്ക് ജോലിയിലല്ല, ഞങ്ങൾ ഹോട്ടലിൽ ഒരു മുറിയെടുത്ത് അവിടെ താമസിച്ച്, എന്നിട്ട് ഞങ്ങൾക്ക് വഴിയൊന്നും അറിയാൻ പറ്റില്ല, കൽക്കട്ടയല്ലേ, എന്നെ വഴി അറിയാനാണ്, അതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ ഇറങ്ങി നടക്കും, ഒരു തിട്ടമൊക്കെ വെച്ച് ഇറങ്ങി നടന്നിട്ട് കുറച്ചൊക്കെ നടന്നുവെച്ചും നാടൊക്കെ കണ്ടുവെച്ചും ഒരു തിട്ടത്തിന് ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ കാശില്ല, അതുകൊണ്ട് നടക്കുകയാണ് പതിവ്. 10 ദിവസം തികച്ചെടുക്കണ്ടേ, അതുകൊണ്ട് അവിടെ താമസിക്കുകയാണ്. അതായത് ഇത്രയും ഈ 0- നിൽക്കുന്ന ആൾ ജീവിതത്തെ എന്ത് ധൈര്യമായിട്ട്, ഇതാണ് ബലമെന്ന് പറയണത്. എന്നിട്ട് ഞങ്ങൾ നടന്ന് കുറച്ച് ക്ഷീണിക്കുമ്പോൾ തിരിച്ചു നടക്കുമ്പോൾ ഞാൻ തിരിച്ച് വന്നുവെച്ചും എനിക്ക് ജോലി ഉണ്ടല്ലോ. അപ്പോൾ നമ്മളോർക്കും, ഇവർക്ക് ജോലി എന്ത് ജോലിയാണ്, കൽക്കട്ട എന്ത് ജോലിയല്ല, അല്ല എനിക്ക് പ്രാർത്ഥിക്കണമല്ലോ എന്നും. അത് നമ്മളെ സാക്ഷ്യം കേൾക്കുമ്പോൾ രസമാണ് എനിക്ക്. അപ്പം ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ എനിക്ക് ജോലി ഉണ്ടല്ലോ, അയാൾക്ക് ജോലിയില്ല, എനിക്ക് ജോലിയുണ്ട്, എന്താ? അപ്പോൾ അവർക്ക് ഇവർക്ക് എന്ത് ജോലിയാണെന്ന് നമുക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ അടുത്ത് പറയും, എനിക്ക് പ്രാർത്ഥിക്കണമല്ലോ എന്ന്. ഞാൻ 4 മണിക്കൂർ ഒരു ദിവസം പ്രാർത്ഥിക്കാം. കാര്യം
അതായത് ഞാൻ 4 മണിക്കൂർ ഒരു ദിവസം പ്രാർത്ഥിക്കും. അപ്പോൾ 4 ദിവസം 4 മണിക്കൂർ ഒരു ജോലിയായിട്ട് എടുത്തിരിക്കുന്ന പ്രാർത്ഥന. എന്താ കാര്യം? ദൈവത്തിരുസേനെ വ്യാപരിക്കുകയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ ഉടമ്പടി അവൻ്റെ 0- തണുത്ത ഒരു ജീവിത കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് ബലം പിടിച്ച് നിർത്തണമെന്ന് ഓർക്കുക. ഞാൻ ബൈബിൾ ഇങ്ങനെ ഒരാളെ കണ്ടിരിക്കുന്നത്, ഈ ഫെനുവേലിൻ്റെ മകള് അന്നേനെ കണ്ടിരിക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമാണ്. അതായത് വിശുദ്ധ പുതിയ നിയമേതരമായിട്ടുള്ള ഒരു ആധ്യാത്മിക ഫോളോ ചെയ്യുന്ന, പഴയ നിയമത്തിൻ്റെ സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുന്ന ആളാണ് ഈ ഫെനുവേലിൻ്റെ മകൾ അന്ന. ബയോഡാറ്റ അവളുടേത് മാത്രമേ ബൈബിൾ പറയുന്നുള്ളൂ. പല ആൾക്കാരുടെയും ബയോഡാറ്റ മൊത്തം പറയണില്ല. അന്ന എന്ന് പ്രവാചിയെക്കുറിച്ച് പറയുമ്പോൾ അവളുടെ റെസ്യൂം പറയുന്നുണ്ട്. എന്താണ്? അവൾ ഫനുവേലിൻ്റെ അസേർ ഗോത്രത്തിലുള്ളതാണ്, ഫനുവേലിൻ്റെ മകളാണ്, അവളുടെ പേര് അന്നയാണെന്ന് പറയും. ഇത്രയും സുന്ദരമായ രീതിയിൽ ബയോഡാറ്റ പറയുന്ന ഒരു സ്ത്രീ, ഒരു കഥാപാത്രം ബൈബിളിലില്ല. അവൾ അസേർ അവളെ കാണിക്കുമ്പോൾ തന്നെ ലൂക്കായുടെ ക്യാമറ ഇങ്ങനെ ഇവളിലേക്ക് വരുമ്പോൾ ഉടനെ കമൻട്രി പറയും, ഇവൾ അന്ന, ഇവളുടെ ഇരുട്ടത്തിരിക്കുകയാണ്. 84 വർഷം. ഫനുവേലിന്റെ പുത്രിയും പറഞ്ഞ ഫനുവേലിന്റെ പുത്രിയും ആഷേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചികയും അവിടെ ഉണ്ടായിരുന്നു. ഇവൾ കന്യകാപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അതായത് ഓൾഡ് ടെസ്റ്റമെന്റ് സ്പിരിച്വാലിറ്റി എന്തുമാത്രം പവർഫുൾ ആയിരുന്നു എന്ന് അറിയണമെങ്കിൽ അതിൻ്റെ അകത്ത് യേശുവിൻ്റെ ഒരു സാന്നിധ്യം നമുക്കറിയാമല്ലോ. വചനം ആര് ജീവിച്ചാലും, അത് പഴയ നിയമമായാലും പുതിയ നിയമം ജീവിച്ചാലും യേശുവിൻ്റെ സ്പിരിച്വാലിറ്റി തന്നെ ജീവിക്കണത്. പിന്നെ അഡീഷൻ ഉള്ളതെന്ന് പറയണത് മുഴുവനും കർത്താവിൻ്റെ പുതിയ നിയമ കാലഘട്ടത്തിലേക്കുള്ള ഒരു അഭിഷേക ജനത്തിൻ്റെ ഒരു ദൈവരാജ്യത്തിൻ്റെ ഒരു പൗരൻ്റെ ആധ്യാത്മികതയിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് അപ്ഡേഷൻസ് ഈശോ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് കുർബാനയുള്ളത്. അങ്ങനെയാണ് ഇത് പൂർണ്ണമാകുന്നത്. സാന്നിധ്യം, ദൈവത്തിൻ്റെ തനി സാന്നിധ്യം നിത്യതയ്ക്ക് ആഹാരമായി ഈശോ തന്നെ നൽകുന്ന ആ വെളിപാടുകളുടെ പൂർണ്ണതയിലേക്കാണ് ഈ കുർബാനയൊക്കെ വരണത് ശരിക്കും. പക്ഷേ എങ്കിലും ആദ്യകാലം ജീവിച്ച സ്പിരിച്വാലിറ്റി അത്ര മോശമല്ലായിരുന്നു. എന്താ കാര്യം? ഇവളുടെ ലൈഫ് നോക്കിക്കേ. ലൂക്കാ 2:36 വായിക്കണം. ഇവൾ പറയണത്, ഇവളുടെ പ്രശ്നം അന്ന, അവൾക്ക് എത്ര വയസ്സുണ്ട്? 84 വയസ്സുണ്ട് അല്ലേ? 84 വയസ്സ്. 84 വയസ്സുള്ള ആളുടെ ജീവിതം എന്താ പറയണത്? ഇവൾ താരുണ്യം മുതൽ 12 വയസ്സിലല്ലേ? അപ്പം താരുണ്യം മുതൽ 7 വർഷം, 12 7 19 വർഷമാണ് ഇവൾ കുടുംബത്തിൽ ജീവിച്ചത്. 7ാമത്തെ വർഷം ഭർത്താവ് മരിച്ചുപോയി. പിന്നെ എന്ത് പറ്റി? ബാക്കി 63-64 കൊല്ലം എന്താണ് ചെയ്തത്? 64 കൊല്ലം ഇവൾ എന്ത് ചെയ്ത്? അവൾക്ക് ജോലിയുണ്ട്. അതാണ് ഈ ഗീതാകുമാരിയുടെ സാക്ഷ്യം ഇവിടെ വരണേൻ്റെ കാര്യം. അവൾക്ക് ജോലിയുണ്ട്. എന്താ ജോലി അവളുടെ? 64 കൊല്ലം ഇവൾ ദേവാലയം വിട്ടുപോകാതെ കണ്ടാ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം. കർത്താവ് ഗുഡ് ബൈ പറയുമ്പോൾ അവരോട് പറയുന്ന വാക്കിതാണ്, നിങ്ങൾ ജെറുസലേം ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പോസ്തലപ്രവർത്തനങ്ങൾ 1:4. അപ്പോസ്തലപ്രവർത്തനം 1:4. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു. അപ്പം അവൻ അവരോടൊപ്പം ഭക്ഷണത്തിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. അപ്പോൾ അതായത് എപ്പോഴും നമ്മളിങ്ങനെ ഒരു ഒറ്റപ്പെടുന്ന സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ ഒറ്റപ്പെടുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. ഇപ്പം അപ്പോസ്തലന്മാർക്ക് എന്താ സംഭവിച്ചു? യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. അതുപോലെ തന്നെ ഈശോയുടെ ഫിസിക്കൽ പ്രസൻസ് അവർക്കില്ല. ഫിസിക്കൽ പ്രസൻസ് ഇല്ല. ഇപ്പം നമ്മുടെ ഭർത്താക്കന്മാർ മരിക്കാം, മക്കൾ മരിക്കാം, ഭാര്യമാർ മരിക്കാം.
അതെല്ലാം സ്വാഭാവികമായി ലോകത്ത് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. നിങ്ങളങ്ങനെ സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞിരുന്നുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. പക്ഷേ സംഘം സംഭവിക്കുമ്പോൾ ഉടനെ ഞങ്ങൾ പണം എടുക്കാൻ വരുമ്പോൾ പറയും, എൻ്റെ അച്ഛാ എന്നെയും കൂടി കൊണ്ടുപോയിക്കൊള്ളാൻ പറയും. അവർ വരുവാ? അവരത്തില്ല, അവരങ്ങനെ പറയണതേ ഉള്ളൂ. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രിപ്പറേഷൻ എപ്പോഴും നല്ലതാണ്. ദൈവത്തെ ഭർത്താവിനെ മുൻനിർത്തിയ, ഭാര്യയെ മുൻനിർത്തിയ, മക്കളെ മുൻനിർത്തിയല്ല ജീവിതത്തെ കണക്ക് കൂട്ടേണ്ടത്. ദൈവത്തെ മാത്രം മുൻനിർത്തി കണക്കാക്കൂട്ടണം. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ഗുഡ് ബൈ പറഞ്ഞ് പിരിയാവുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെക്കാൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബന്ധങ്ങൾക്ക് കൊടുക്കരുത്, പണി കിട്ടാൻ സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? ദൈവത്തെക്കാൾ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ഗുഡ് ബൈ പറഞ്ഞ് പിരിയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് ടേക്ക് ഫോർ ഗ്രാൻഡഡ് നേരത്തെ മനസ്സിൽ വിചാരിച്ചേക്കണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്നെക്കാൾ ഉപരി ഭർത്താവിനെയോ ഭാര്യയോ മക്കളെയോ വസ്തുവകളെ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. സഹോദരിമാരെ എന്നല്ല സ്വജീവനെ തന്നെ വെറുക്കാതെ എന്റെ അടുത്ത് വരുന്ന ആർക്കും എന്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല. യോഗ്യമില്ലെന്നാണ്. അതായത് ഇതിൻ്റെ അകത്ത് നമുക്കൊന്ന് അൾട്ടിമേറ്റോ എന്ന് പറഞ്ഞാൽ ഇത്തിരി കാർക്കശ്യമാണ് സംഭവം. ക്രിസ്തു ഇതിനേക്കാളെല്ലാം വലുതാണെന്നുള്ളതിൻ്റെ അത് നമ്മൾ തന്നെ അത് ദൈവത്തിന് മനസ്സിലാകണം. നമ്മൾ അങ്ങനെ ഒരു നിലവാരത്തിൽ എത്തിയിട്ടുണ്ട്, ഒരു ഡിറ്റാച്ച്മെൻറ്റിൽ എത്തിയിട്ടുണ്ടെന്ന്. ഇപ്പോൾ ഇവളുടെ പ്രശ്നം അത് തന്നെയാണല്ലോ. അതായത് ഇവൾ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. എന്താ കാര്യം? അതിനേക്കാളെല്ലാം വലുതാണ് എൻ്റെ ദൈവം. എൻ്റെ ദൈവ വിഷയം. അതുകൊണ്ടാണ് എന്തെല്ലാം പറഞ്ഞാലും, കളിയാക്കിയാലും, ആക്ഷേപിച്ചാലും, വഴക്കിട്ടാലും ഒന്നും അവൾ ഫീൽ ചെയ്യത്തില്ല. എന്താ കാര്യം? ഇവൾ ചെയ്യുന്ന ഇവൾ അത്രയും കർത്താവുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ടാണ് ഇവൾക്ക് പ്രത്യാശ ലഭിക്കുന്നതിൻ്റെ കാരണം. ഭർത്താവിനെ പോലും പ്രത്യാശയിൽ ഇങ്ങനെ ബലപ്പെടുത്തി നിർത്തിക്കൊണ്ടിരിക്കുന്ന ഇയാൾ. അതായത് ഈ ആധ്യാത്മിക ഈ ഉടമ്പടി ഉണ്ടാകുന്നൊരു ഗുണം അതാണ്. ഉടമ്പടി സത്യസന്ധമായിട്ടാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ അതിലുപയോഗിക്കേണ്ട ഒരു സൊല്യൂഷൻ ലവ് ഓഫ് ഗോഡാണ്. ഇപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചില അനുഗ്രഹങ്ങൾ ലഭിക്കാൻ വേണ്ടി തൽക്കാലത്തേക്ക് ദൈവമായിട്ട് ഒരു ചരഞ്ഞ സ്നേഹം ഉണ്ടാക്കിയെടുക്കും നിങ്ങൾ. ഞാൻ അങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് ചരഞ്ഞതെന്നൊക്കെ പറഞ്ഞത് പല വലിയപ്പന്മാർ പറയുന്ന മലയാളമാണ്. വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾക്ക് തൽക്കാലത്തേക്ക് ഒരു ആനുകൂല്യം നേടിയെടുക്കാൻ വേണ്ടി ദൈവത്തോട് നമ്മൾ കാണിക്കുന്ന ഒരു സ്നേഹമാണ്. അവിടെ എവിടെയെങ്കിലും നമ്മളെ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മുടെ അനുഗ്രഹം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങളുടെ തനി നിറം നിങ്ങളെ പുറത്തെടുക്കും. ഒന്ന് നിങ്ങളെ പ്രാർത്ഥിക്കാൻ മടിക്കും, അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങും. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നിങ്ങളെ ഉടമ്പടി പ്രാർത്ഥനയുടെ സമയം തെറ്റിക്കും, അല്ലെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനം തെറ്റിക്കും. അങ്ങനെ ഒത്തിരിയേറെ. അതായത് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തിനല്ലെന്ന് ദൈവം തന്നെ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. അത് ഈ മൂക്ക് കൊണ്ട് ഇങ്ങനെ ഇമ്മറ ഇക്ര എന്നൊക്കെ വരപ്പിക്കും. നമ്മൾ അഭ്യാസം കാണിച്ചാൽ അപ്പം വരപ്പിക്കും സാധനം. കാരണം ദൈവത്തിനറിയാം ഇത് ചുമ്മാ. ഇപ്പം ചില പിള്ളേർ കണ്ടില്ലേ, പിള്ളേർ കാണുമ്പോൾ ഇപ്പോൾ നമ്മൾ പഠിക്കൽ അപ്പന്മാരെത്തുമ്പോൾ തന്നെ അമ്മയുടെ മടി ഇരുന്ന കുഞ്ഞുങ്ങളായിരിക്കും. അവിടെ ഷഡ്ഡി പോലും ഇല്ലാതെ ഓടി അപ്പാ എന്നും പറഞ്ഞ് ഓടിച്ചെല്ലും കുഞ്ഞുങ്ങൾ. 2 വയസ്സുള്ള. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണത്. അപ്പോൾ അപ്പന് പറഞ്ഞാൽ പൊട്ടനാണല്ല. അപ്പം പറയും എൻ്റെ കുഞ്ഞ് അമ്മയുടെ മടി ഇരുന്നിട്ട് പോലും എന്നെ കണ്ടപ്പോൾ ഓടി വന്നല്ല എന്ന് ഓർക്കും. അതിൽ ഓടി സിംഗിൾ വാടാകുമ്പോൾ ഈ സാധനത്തിൽ പൊക്കിയെടുത്ത് താഴെ വെക്കും. പിന്നെ കാണത്തില്ല. ഇതിനാ എന്താ കാര്യം? അപ്പൻ്റെ കയ്യിൽ നിന്ന് ഓറഞ്ച് അടിച്ചുകൊണ്ട് അവൻ പോയി. അതാണ് അവനാ ഓറഞ്ച് കണ്ടിട്ട് തുള്ളണതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പനോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. ഇത് ദൈവത്തിനറിയാം. ഈ IELTS വേണ്ടിയും കാനഡ PR വേണ്ടിയാണ് തുള്ളണമെന്ന് അറിയാം. ഈ ദൈവത്തിൻ്റെ ഐഡിയ മാറ്റിയെടുക്കണം നിങ്ങൾ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇപ്പം മനസ്സിലായില്ലേ? പച്ച മലയാളത്തിൽ മനസ്സിലായില്ലേ? ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് അസസ്മെൻ്റ് ഉണ്ട്. ഇത് മാറ്റിയെടുക്കണം. എന്നിട്ട് ദൈവത്തിനോട് പറയണം, എനിക്ക് നീയാണ് വലുത്. എൻ്റെ ജോലിയേക്കാളും എൻ്റെ ജീവനേക്കാൾ വലുത് നീയാണ്. ഒന്ന് പറഞ്ഞേ, എൻ്റെ ദൈവമേ
എന്റെ ദൈവമേ, എന്റെ ജോലിയേക്കാൾ, എന്റെ ജോലിയേക്കാൾ, ജീവനേക്കാൾ, എന്റെ ജീവനേക്കാൾ എനിക്ക് നീയാണ് വലുത്. എനിക്ക് നീയാണ് വലുത്. നിനക്ക് വേണ്ടി ജീവിക്കാൻ, നിനക്ക് വേണ്ടി ജീവിക്കാൻ, പരീക്ഷണ കാലഘട്ടത്തിൽ നിന്റെ ഉടമ്പടിയോട് വിശ്വസ്തത പാലിക്കാൻ, നിന്റെ ഉടമ്പടിയോട് വിശ്വസ്തത പാലിക്കുവാൻ എന്നെ ഉപരി അഭിഷേകം ചെയ്യണം. എന്നെ ഉപരി അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. അപ്പൊ ഈ 63 കൊല്ലം ഇവൾക്ക് ഭർത്താവില്ലാതെ വിധവയായി ഒറ്റക്ക് താമസിക്കുകയാണ്. ഈ വിധവയുടെ സ്പിരിച്വാലിറ്റി, ആധ്യാത്മിക ബന്ധങ്ങളെക്കുറിച്ച് പറയണത് എന്താണെന്നറിയാവോ? എന്താ പറഞ്ഞിരിക്കണത്? അവൾ ഒന്ന് ദേവാലയം വിട്ടുപോകാതെ, പിന്നെ എന്ത് ചെയ്ത് കർത്താവിൻ്റെ സാന്നിധ്യം, പ്രാർത്ഥനാ ജീവിതം വിട്ടുപോകാതെ, ഭർത്താവില്ല. പിന്നെ എന്താ പറയണത്? 2:36-37 എന്താ പറയണത്? ലുക്ക ദേവാലയം വിട്ടുപോകാതെ, പിന്നെ എന്താ പറയണത്? വായിച്ചോളൂ. രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. എത്ര കാര്യങ്ങളായിരിക്കേ. ദേവാലയം വിട്ടുപോകാതെ, പിന്നെ എന്ത് ചെയ്ത്? രാപകൽ, പിന്നെ എന്ത് ഏറ്റു പറഞ്ഞ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്. അപ്പൊ എന്തിനാണ് ദൈവത്തെ സ്തുതിച്ചത് ഇവള്? അതാണ് വിഷയം. എന്തിനാണ് ഇവള് സ്തുതിച്ചത്? ഭർത്താവിനെ നേരത്തെ വിളിച്ചതിനാണ് സ്തുതിച്ചത്. അതാ മക്കളാരെയും കൊടുക്കാഞ്ഞുകൊണ്ടാണ് സ്തുതിച്ചത്. ഇവക്ക് എന്താ ദൈവം കൊടുത്തത്? മക്കളെ കൊടുത്തില്ല. ഇപ്പം ചില ആൾക്കാർ മക്കളെ കൊടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട്, ഓ ഞാൻ എന്നാത്തിനാണ് പള്ളിയിൽ പോകാത്തത്, പള്ളിയിൽ പോണത്, എനിക്ക് ദൈവം മക്കളെ തന്നില്ല, എനിക്ക് ദൈവം ചെറുക്കനെ തന്നില്ല, എനിക്ക് ദൈവം പെണ്ണിനെ തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ പേരാണ്. എന്നിട്ട് ദൈവത്തോട് എന്തിനാണ് ഈ മത്സരം കാണിക്കണത്? മത്സരം കാണിക്കണത് എന്താ? ഒരു കാര്യമൊന്നുമില്ല. കാര്യം നിനക്ക് എന്തെങ്കിലും ഇല്ല എങ്കിൽ അത് ദൈവത്തിൻ്റെ പ്രസൻസിൻ്റെ സ്ഥലമാണത്. ഇപ്പം നമുക്ക് എപ്പോഴും ചിന്തിക്കണം നിങ്ങൾ, അതെ, നിനക്ക് എന്തെങ്കിലും ഇല്ല എങ്കിൽ നിനക്ക് ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം, ദൈവത്തിൻ്റെ ഉണ്ട് എന്ന് പറയുന്ന സ്ഥലമാണത്. ഇപ്പം ഞാൻ എപ്പോഴും എൻ്റെ കൂട്ടുകാരൻ അച്ഛൻ്റെ ജൂബിലിയാണ്, ഡിസംബർ 27-ാം തീയതി. അദ്ദേഹം ഇവിടെ ജൂബിലിക്ക് കുർബാന ചെല്ലുന്നുണ്ട്. കഴിഞ്ഞ പോലെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹം ഈ അടുത്തത് പള്ളിയിൽ താമസിക്കുന്നുണ്ട്, ഫാദർ ജോസഫ് കിഴങ്ങാടൻ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ, കോട്ടയം രൂപതക്കാരനാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ താമസിച്ചിരുന്നത്, മേജർ സെമിനാരിൽ. അപ്പോൾ പുള്ളി അധ്വാനബാഹുവാണ്. അപ്പം എനിക്ക് ഈ രാത്രി 2 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് ചെറിയതായിട്ട് സിയസ്തയ്ക്ക് വരും, ചെറിയ ഉറക്കത്തിന് വരും. ഉറക്കത്തിന് വരുമ്പോൾ ഞാൻ നേരത്തെ ഇങ്ങോട്ട് പോരും. അപ്പോൾ ഇഴങ്ങാണ് 1/2 മണിക്കൂർ കഴിഞ്ഞേ വരത്തുള്ളൂ. വരുമ്പോൾ എടാ ഓപ്പേ കിടന്നല്ലേ. അപ്പോൾ നോക്കുമ്പോൾ അപ്പോൾ എനിക്ക് ഒരു കീറിയ ബനിയനൊക്കെ ഇടി നെഞ്ചും കൊട്ടത് പുറത്ത് കാണാം, ബനിയനും കാണാൻ പറ്റും, നെഞ്ചും കാണാൻ പറ്റും. അപ്പോൾ പറഞ്ഞു എടാ ഓപ്പേ ആരോഗ്യമില്ലാത്തതിന് യൗവനമില്ലടാന്ന് പറയും. പുള്ളി പറയുന്ന ഡയലോഗാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയെ. അപ്പോൾ ആരോഗ്യമില്ലാതെ യൗവനമില്ലടാന്ന് പറയും. പുള്ളി എന്നിട്ട് മസിലേക്ക് അടയ്ക്കുക എൻ്റെ അടുത്ത് ഇങ്ങനെ, പുള്ളിക്ക് നല്ല ആരോഗ്യമാണ്. അപ്പോൾ ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ എനിക്ക് ആരോഗ്യം ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല, എനിക്ക് 1 കൊല്ലം അച്ഛനായാൽ മതി. ഞാൻ രാത്രിയാകുമ്പോൾ എനിക്ക് ശരിക്കും ഞാൻ കിഴങ്ങാടിനോട് സന്തോഷത്തെ സംസാരിക്കുമെങ്കിലും എനിക്ക് ഉള്ളിൽ സങ്കടം വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യമില്ല, ഇപ്പോഴും വലിവ് വന്നുകൊണ്ടിരിക്കും, വലിവും ക്ഷീണമൊക്കെ വരും, എപ്പോഴും വരും, മിക്കവാറും ആശുപത്രിയിലൊക്കെ പോകും. അപ്പോൾ ഞാൻ രാത്രി എൻ്റെ സെക്കൻഡ് ഇയറിൽ ഞാൻ രാത്രി ഒരു 2 മണിയാകുമ്പോഴൊക്കെ എഴുന്നേൽക്കുമ്പോൾ അവിടെ കോറിഡോറിൽ പോയി നിൽക്കും. അപ്പോൾ പെരിയാർ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പെരിയാർ നോക്കി നിലാവത്ത് ട്രെയിൻ വരണ വരെ പ്രാർത്ഥിക്കും, 3 മണി വരെ. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവെ കിഴങ്ങാടാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആരോഗ്യമില്ല, യൗവനമില്ല, മിക്കവാറും ഞാൻ ചത്തുപോകുമെന്ന് പറയും. പക്ഷേ എന്നാലും കർത്താവ് എനിക്ക് 1 കൊല്ലം കുർബാന ചെല്ലണമെന്ന് പറയും. 1 കൊല്ലം കുർബാന ചെല്ലാൻ വേണ്ടി ഞാൻ എത്രയോ രാത്രികളിൽ കർത്താവുമായിട്ട് കണ്ണീരോടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയണത്? കർത്താവ് 1 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ 38ാമത്തെ കൊല്ലമല്ലേ ഞാൻ നിൽക്കണത്. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്കില്ലാഞ്ഞ എന്താണ്? ആരോഗ്യം. അപ്പോൾ ആരോഗ്യമില്ലാത്ത സ്ഥലത്ത് എന്ത് ചെയ്ത് കർത്താവ് പറഞ്ഞു, നിൻ്റെ ആരോഗ്യം ഞാനാണ് നിൻ്റെ ബലം. അപ്പം നിൻ്റെ ആരോഗ്യം ഞാനായി നിൽക്കുമ്പോൾ നീ എന്ത് ചെയ്യണതെല്ലാം എൻ്റെ ബലത്തിലാണ് നീ ചെയ്യണത്. എൻ്റെ ദൈവത്തിൽ ഓർക്കണം, നിനക്ക് ഭർത്താവില്ലെങ്കിൽ ആ സ്ഥലം കർത്താവിൻ്റെതാണ്, നിനക്ക് ഭാര്യ ഇല്ലെങ്കിൽ ആ സ്ഥലം കർത്താവിൻ്റെതാണ്, മക്കളില്ലെങ്കിൽ
ആ 2-3 സ്ഥലത്തും കർത്താവ് തന്നെയാണ് ഉള്ളത്. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ.